ുമായുള്ള കൂടിക്കാഴ്ചയിൽ 3 നേതാക്കളും അവരുടെ ക്ലെയിം പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ വി ഡി സതീശൻ താൻ പാർട്ടി വളർത്തുന്ന സമയത്ത് കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് വളർത്തുകയായിരുന്നു എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അപ്പോൾ അതിന് പിന്നാലെയാണ് ഇതാ കെ സുധാകരന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് യോഗം ചേർന്ന് വീണ്ടും അതേ കെ സിക്ക് തന്നെ പിന്തുണ പ്രഖ്യാപിക്കുന്നത് എന്നുള്ള സാഹചര്യം കൂടി ഉണ്ട്. എന്തായാലും ഈ നീക്കങ്ങളെ, ഈ സാഹചര്യത്തെ ഹൈക്കമാൻഡ് എങ്ങനെ കാണുന്നു, എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാകും ഏറ്റവും പ്രധാനം. മാത്രമല്ല ഈ 3 രഹസ്യ നിരീക്ഷകരൊക്കെ കേരളത്തിലേക്ക് വരിക, അത് കോൺഗ്രസ്സുകാരെ കാണുക, അവരുടെ ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് 102 സീറ്റ് നേടി ഇങ്ങനെ വിജയിച്ചു നിൽക്കുന്ന സമയത്ത് അതൊട്ടും ആ മുന്നണിക്കോ പാർട്ടിക്കോ നല്ലതല്ല എന്നതായിരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 7ാം ദിവസമാണ്. ഇന്ന് ചില നേതാക്കളൊക്കെ ഇതിനെ കൂളിംഗ് ടൈം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് എത്ര സമയം വരെ നീളുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരു തീരുമാനമെടുക്കാൻ കഴിയട്ടെ. കേരളത്തിനോടൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന ഫലം വന്ന മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അവിടെ സർക്കാർ അധികാരത്തിലേക്ക് വരുന്നു. പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ ഇതിനോടകം തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. നിയമസഭാ സമ്മേളനം തുടങ്ങി. അപ്പോൾ ആ സാഹചര്യത്തിലാണ് കേരളത്തിൽ ഇങ്ങനെ മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കാൻ കഴിയാതെ നേതൃത്വം ബുദ്ധിമുട്ടി നിൽക്കുന്നത്, പ്രതിസന്ധിയിലായി നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അജീഷ് ജയകുമാർ.